ഹലോ പീപ്പിൾ, ദിബിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ജൂൺ 14 നിതിലൻ സോമിനാഥൻ സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ വിജയ് സേതുപതി നായകനായ ചിത്രമാണ് മഹാരാജ. വിജയ് സേതുപതിയുടെ 50ാമത്തെ സിനിമ, വിജയ് സേതുപതിയുടെ ആദ്യ 100 കോടി സിനിമ എന്ന പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ നല്ല എക്സ്ട്രാ ഓർഡിനറി റെസ്പോൺസാണ് കരസ്ഥമാക്കാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ നെറ്റ്ഫ്ലിക്സ് എത്തിയപ്പോഴാണ് സിനിമ കണ്ടത്. സിനിമ വളരെയധികം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇതൊരു ബാർബറിൻ്റെ പ്രതികാര കഥ മാത്രമല്ല, ഇതൊരു ഇൻട്രസ്റ്റ് പരമായിട്ടുള്ളൊരു ത്രില്ലർ കഥയും കൂടെയാണ്. ആക്ഷനെ കാട്ടി എനിക്കിതിലെ ത്രില്ലറാണ് ഇഷ്ടപ്പെട്ടത്. കാരണം ആ ഒരു സ്റ്റോറിയിലാണ് പെട്ടെന്ന് ഈ പസിൽ പോലെ ചേഞ്ച് ആവുന്ന ഒരു പ്രകൃതത്വമാണ് ഈ സിനിമയിൽ ഞാൻ കണ്ടത്. കാരണം വെച്ചാൽ ആ പാസ്റ്റും പ്രസൻറ്റും ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന സംഭവങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ട്. എന്നുവെച്ചാൽ ആ മേക്കിങ്, അതിന് നിതിലൻ സോമിനാഥൻ എന്ന് പറയുന്ന ഡയറക്ടറിനെ സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ആ കഥയെ എങ്ങനെ പുറകോട്ടും ഫ്രണ്ടിലോട്ടും തിരിച്ച് മാറ്റിയിടുന്ന ഒരു കഥ എനിക്ക് വളരെയധികം അത് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ 50ാം സിനിമയായിട്ട് വളരെയധികം ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു വിജയ് സേതുപതി എന്ന് പറഞ്ഞ നടൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ വളരെയധികം അദ്ദേഹത്തിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ അതിൽ യൂസ് ചെയ്യുന്ന തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഭീകര പെർഫോമൻസാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അദ്ദേഹത്തിൻ്റെ അഭിനയം എന്ന് പറയുമ്പം ഇമോഷൻസൊക്കെ വരുമ്പോൾ ഒരു നിമിഷം കണ്ണൊക്കെ നിറഞ്ഞു പോകും. കാരണം അദ്ദേഹത്തിൻ്റെ കഥ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുമ്പം വളരെയധികം ഇമോഷണൽ പരമായിട്ടുള്ള രംഗങ്ങൾ ഈ സിനിമയിലുണ്ട്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയ ഒരു വിജയ് സേതുപതി ചിത്രമാണ്. കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സ് വഴി കാണാൻ ശ്രമിക്കുക. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സിനിമ. ഇത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ലെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ കണ്ടു നോക്കുക, കിടില സിനിമ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മഹാരാജ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സഹായിക്കുക. താങ്ക്സ്.